നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം കുറച്ച് വ്യത്യസ്തമാണ്, അഥവാ ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രത്തിലെ കഥാനായകൻ മറ്റൊന്നുമല്ല, നമ്മുടെ LNT ലിമിറ്റഡ് ആണ്, ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ്. പ്രത്യേകിച്ച് യുദ്ധങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളൊക്കെ ഇപ്പോൾ ഒരു ലൈം ലൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ LNTക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫൻസ് ഡിവിഷൻ ഉണ്ട് എന്നുള്ളത് കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും, മറ്റു കുറേ പേർക്ക് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും എല്ലാവരും ഡിഫൻസിൽ കമ്പനിയുടെ പേരിൽ ഡിഫൻസ് എന്നും ഉള്ള കമ്പനികൾ മാത്രം തിരഞ്ഞു പോകുന്നവരാണ് വളരെയധികം ആളുകൾ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഡിഫൻസ് എന്ന് പേരുള്ള പല കമ്പനികളുടെയും മൊത്തം മാർക്കറ്റ് ക്യാപ്പിനേക്കാളും കൂടുതൽ ഡിഫൻസിന്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ. ഏകദേശം 8200 കോടി രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഡിഫൻസ് ബിസിനസ്സാണ് LNT ചെയ്യുന്നത്. വരും കാലങ്ങളിൽ അത് വീണ്ടും കൂടിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ LNT എന്ന് പറയുന്നത് പ്രതിരോധ മേഖലയിൽ കണ്ണുവെക്കുന്നവരെ സംബന്ധിച്ച് മോശമില്ലാത്ത ഒരു കമ്പനി ആയിരിക്കാനാണ് വഴി. എന്നിരുന്നാലും ഇതല്ല ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദന വിഷയം. LNTയെ എത്തരത്തിൽ അംബാനി എന്ന് പറയുമ്പോൾ മുകേഷ് അംബാനി അല്ല, അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ധീരുഭായ് അംബാനി ഏറ്റെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതും എങ്ങനെ അതിനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെയും ഒരു ചരിത്രമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ 1938 രണ്ട് ഡാനിഷ് എഞ്ചിനീയേഴ്സ് സറൻ ക്രിസ്റ്റൻ ടെർബോയും അവരുടെ ഹെനിങ് ഹെലോക്ക് ലാർസനും ആണ് LNT സ്ഥാപിച്ചത്. അതിനുശേഷം ഇത് വളരെ പെട്ടെന്ന് വളർന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം അത്തരത്തിലുള്ള ബിസിനസ്സിൽ ചെയ്യുന്ന കമ്പനികളൊക്കെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഇതൊരു വലിയൊരു കൺസ്ട്രക്ഷൻ ആൻഡ് ഹെവി എഞ്ചിനീയറിംഗ് കമ്പനിയായിട്ട് വളരെ പെട്ടെന്ന് വളർന്നു, സ്വാഭാവികം മാത്രം. പക്ഷേ അന്നു മുതൽ ഇതിൻ്റെ ഒരു വലിയ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. കാരണം നിയമപ്രകാരം അതിന് പ്രൊമോട്ടർ എന്ന് പറയുന്നവർ ആരും ഉണ്ടാകില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ICICI, HDFC, IEX ഇവയെല്ലാം പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊമോട്ടർ എന്ന് പറയുന്ന നിയമപരമായിട്ടുള്ള ഒരു നിർവചനത്തിൽ വരുന്നവർ ഉണ്ടാകില്ല. പക്ഷേ LNTയെ സംബന്ധിച്ചും അതുപോലെ തന്നെയാണ്. അതുപോലെ LNT കാലങ്ങളായിട്ട് വളരെ ക്യാഷ് റിച്ച് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം മുതൽ ഇന്ന് വരെയുള്ള ഇന്ത്യയുടെ വലിയ വലിയ പ്രോജക്ട്സ് എല്ലാം, അത് ഡിഫൻസിലാകട്ടെ, ഇൻഫ്രാസ്ട്രക്ചറിലാകട്ടെ, ന്യൂക്ലിയറിലാകട്ടെ, അല്ലെങ്കിൽ സ്പേസിലാകട്ടെ, ഇവയുടെ എല്ലാം കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് LNT തന്നെയാണ്. അതിനുള്ള അപ്രമാദിത്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും LNT ഓൺ ചെയ്യുന്നത് LICയും അതുപോലെ തന്നെ പബ്ലിക് ഇൻവെസ്റ്റേഴ്സും പിന്നെ അതിലെ എംപ്ലോയീസും ഒക്കെയാണ്. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ എംപ്ലോയി ട്രസ്റ്റ് ഉണ്ട്. ഈ ഒരു ഇരുണ്ട ചരിത്രം സത്യത്തിൽ തുടങ്ങുന്നത് 1987 LNTയെ സംബന്ധിച്ച്. അന്ന് മനു ചാബ്രിയെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ കുറച്ചു കാലം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം 1% LNTയുടെ ഓഹരികൾ 1987 വാങ്ങിക്കുന്നു. മനു ചാബ്രിയുടെ ഒരു റെപ്യൂട്ടേഷൻ അത്ര നല്ലതല്ലായിരുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഹോസ്റ്റൽ ടേക്ക് ഓവറിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം LNT ബോർഡിനുണ്ടായി. അപ്പോൾ ഇതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ഹോസ്റ്റൽ ടേക്ക് ഓവർ, അതായത് ഇങ്ങനെ അറിയാതെയും പറയാതെയൊക്കെ വന്നിട്ട് ഓഹരികൾ വാങ്ങിച്ചു കൂട്ടിയിട്ട് അവസാനം അവരുടെ കൺട്രോളിലാക്കുന്ന ആ ഒരു പ്രതിഭാസം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിൽ നിന്നുള്ളത് രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകനെ നോക്കിയിരിക്കുമ്പോഴാണ്, അതായത് വൈറ്റ് നൈറ്റ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന അത്തരത്തിൽ നോക്കിയിരിക്കുമ്പോഴാണ് ബോർഡ് ധീരുഭായ് അംബാനിയിലേക്ക് തിരിയുന്നത്. കാരണം ധീരുഭായ് അംബാനി മനു ചാബ്രിയേക്കാളും മെച്ചപ്പെട്ട റെപ്യൂട്ടേഷനുള്ള ആളായിരുന്നു. അപ്പോൾ ധീരുഭായ് അംബാനി വരുന്നു, അദ്ദേഹം 18% LNTയുടെ ഷെയറുകൾ വാങ്ങിക്കുന്നു. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടുവന്ന NM ദേശായി, അദ്ദേഹമായിരുന്നു അന്നത്തെ കാലത്തെ LNTയുടെ ചെയർമാൻ. അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് അംബാനി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നു. തീർന്നില്ല, LNTയുടെ ക്യാഷ് റിസോഴ്സ്, LNT ഉണ്ടായ കാലം മുതൽ സ്വാതന്ത്ര്യാനന്തരം ഇങ്ങോട്ട് LNTയുടെ ക്യാഷ് റിസോഴ്സ് ആയിരുന്നു എല്ലാവരുടെയും വലിയ ഒരു ആകർഷണീയത. അപ്പോൾ LNTയുടെ ക്യാഷ് റിസോഴ്സ് വെച്ചിട്ട് റിലയൻസിൻ്റെ പ്രോജക്ട്സ് ഒക്കെ ഫണ്ട് ചെയ്യാനും വേണ്ടി തുടങ്ങി. കാരണം ചെയർമാൻ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനും, പ്രത്യേകിച്ച് 18% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട്, മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡർ ആയതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ലഭിച്ചു. വെളുക്കാൻ തെച്ചത് വാണ്ടായി എന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. അംബാനിയെ സംബന്ധിച്ച് LNT എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുട്ടിയായിട്ടുള്ള റിലയൻസിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. അന്നത്തെ കാലത്ത് ഏകദേശം 570 കോടി രൂപ റിലയൻസിൻ്റെ പ്രോജക്ട്സുകൾക്ക് വേണ്ടിയിട്ട് LNT കടം നൽകി. എന്തിനേറെ പറയുന്നു, LNTയുടെ പണം ഉപയോഗിച്ച് റിലയൻസ് ഷെയറുകൾ വാങ്ങിക്കുകയും ചെയ്തു. വളരെ ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 18% സ്റ്റോക്ക് വാങ്ങിക്കുന്നതിലൂടെ 100%നും അവകാശപ്പെട്ട LNTയുടെ വലിയൊരു ക്യാഷ് റിസർവ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്കും അതിൻ്റെ മുകളിലുള്ള നിയന്ത്രണത്തിലേക്കും എത്തുവാൻ വേണ്ടി അംബാനിക്ക് കഴിഞ്ഞു.
കാര്യങ്ങൾ അത്ര സുഖകരമായിട്ട് മുമ്പോട്ട് പോയില്ല. 1989 കോൺഗ്രസ് അധികാരം നഷ്ടപ്പെട്ടു. കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളായിരുന്നതുകൊണ്ട് തന്നെ അംബാനിക്കും ഇത് വലിയ തിരിച്ചടിയായിരുന്നു. കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടതോടു കൂടിയിട്ട് വി പി സിംഗ് ആയി അന്നത്തെ കാലത്തെ പ്രധാനമന്ത്രി. അതോടുകൂടി അംബാനിയുടെ ഈ ഒരു രാഷ്ട്രീയത്തിലുള്ള പിടിപാടുകളൊക്കെ അവിടെ അവസാനിച്ചു. ഈ ഒരു കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് അന്നത്തെ കാലത്ത് എല്ലാ കാലത്തെയും ഗവൺമെന്റുകൾ L&T പോലത്തുള്ള കമ്പനികൾ, പ്രത്യേകിച്ച് LIC വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് കൊണ്ട് ഗവൺമെന്റ് എല്ലാ കാലത്തും സസൂക്ഷ്മം ഈ L&Tയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അംബാനിയുടെ ഒരു നീക്കങ്ങൾ ഗവൺമെന്റിന് അത്ര പിടിച്ചില്ല. ഇതിന്റെ ഫലമായിട്ട് തന്നെ L&T ബോർഡിൽ ഉള്ളവരുടെ ഇടയ്ക്ക് തന്നെ വളരെയധികം വിഭാഗീയതയുണ്ടാകാൻ തുടങ്ങി, അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷേ 1991 അതായത് മനസ്സിലാക്കേണ്ട കാലം ഉദാരവൽക്കരണത്തിന്റെ കാലമാണ്. മൻമോഹൻ സിംഗ് ആണ് ധനകാര്യമന്ത്രി. ഈ കാലഘട്ടത്തിൽ അംബാനി അദ്ദേഹത്തെ വീണ്ടും ചെയർമാനായി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു EGM എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർത്തു. പക്ഷേ വലിയൊരു ഷെയർ ഹോൾഡർ ആയിട്ടുള്ള LIC മൻമോഹൻ സിംഗിന്റെ നിർദ്ദേശപ്രകാരം ഒരു തീരുമാനമെടുത്തു, ആ ഒരു EGM നടത്തേണ്ട, അതിൽ പങ്കെടുക്കേണ്ട എന്ന്. ഇതിനെ തുടർന്ന് അത് നടന്നില്ല. അങ്ങനെ വീണ്ടും ചെയർമാൻ ആകാം എന്നുള്ള ആഗ്രഹം അത് നടക്കാതെ പോയി. ആ മീറ്റിംഗ് അടിയിലും പിടിയിലും ഒക്കെയാണ് കലാശിച്ചത്. വിഭാഗീയത വളരെയേറെ പേർ ഉണ്ടായി. വോട്ടിംഗ് ഒന്നും നടന്നില്ല. അംബാനിയുടെ ആഗ്രഹം പൂവണിയാതെ പോയി. പക്ഷേ അംബാനി ഒരു പാസീവ് ഷെയർ ഹോൾഡറായിട്ട് അവിടെ തുറന്നു പോന്നു. പക്ഷേ ഇത് L&Tയെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചറിവിൻ്റെ കാലമായിരുന്നു. ഇതുപോലെയുള്ള കടന്നുകയറ്റങ്ങളോ ഹോസ്റ്റൽ ടേക്ക് ഓവേഴ്സോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ റൂൾസും പുതിയ നോംസും ഇങ്ങനെയുള്ളത് ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല പല നോംസും കൊണ്ടുവന്നു. അതിനെ തുടർന്നാണ് L&T എംപ്ലോയീസ് ട്രസ്റ്റ് രൂപീകരിച്ചത്. 15% ഷെയർ എല്ലാ കാലത്തും L&T എംപ്ലോയി ട്രസ്റ്റ് കൈയാളുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉദാരവൽക്കരണ കാലത്ത് L&T പോലത്തെ വലിയ വലിയ കമ്പനികളുടെ ഹോസ്റ്റൽ ടേക്ക് ഓവേഴ്സ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഉള്ള പാഠങ്ങൾ പഠിപ്പിച്ച കാലഘട്ടങ്ങളായിരുന്നു. പുതിയൊരു കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ആവിർഭാവമായിരുന്നു ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു അനന്തരഫലം. L&T എന്ന് പറയുന്നത് മറ്റ് കൺസ്ട്രക്ഷൻ കമ്പനികളെ പോലും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ പോലും അല്ല. അത് ഒരു നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി, നമ്മുടെ എല്ലാം അഭിമാനമായിട്ട് നിലനിൽക്കേണ്ടതാണ്. ഇതേപോലെ കടന്നുകയറ്റക്കാരായിട്ടുള്ള പലരും വന്ന് ഏറ്റെടുക്കാനും അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പണം, അതിൻ്റെ L&Tയുടെ പണം ഉപയോഗിച്ചിട്ട് സ്വാർത്ഥ ലാഭങ്ങൾ വിപുലീകരിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും അവലംബിച്ചിട്ടുമുണ്ട്. അപ്പോൾ ചരിത്രം പലപ്പോഴും നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും പിൻബലത്തിൽ എന്തും ചെയ്യാം എന്നുള്ള അഹങ്കാരമുള്ളവരുടെ, മൂല്യബോധമില്ലാത്ത ബിസിനസ് നടത്തുന്നവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും നടക്കുമെന്നുള്ളതും, പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയോ അല്ലെങ്കിൽ നടന്നതിന് ശേഷം പോലും സമയാസമയങ്ങളിൽ അതിനെതിരെയുള്ള നടപടികൾ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു പരിധിവരെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതുമാണ് നമുക്ക് L&Tയുടെയും അംബാനിയുടെയും ഈ ഒരു ചരിത്രം കാണിച്ചു തരുന്നത്. മറ്റൊരു വിധത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.